എല്ലാവർക്കും നമസ്കാരം. മൈ ചാനലിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Three of Wands, Ace of Swords, Queen of Cups, Page of Swords, Four of Pentacles, Ten of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 3 of Wands and 4 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു മാസത്തിൽ പല പല കാര്യങ്ങളും ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റ്സ് സാങ്ഷൻ ആവാനായിട്ട്, എന്തെങ്കിലും സാങ്ഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് റെഡി ആയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീട് വയ്ക്കുന്നുണ്ടാവാം, വീടിൻ്റെ കാര്യങ്ങൾ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, ഇലക്ട്രിസിറ്റി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പഞ്ചായത്തുമായിട്ട്, കോർപ്പറേഷനോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ, കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ പല ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ റെഡിയാകുന്ന സമയമാണ്, പേപ്പർ വർക്ക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു സമയം. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിസ കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ഈവൻ ഒരു ഡോക്ടറെ കാണുന്നതിനായിട്ടുള്ളതോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരം കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡേറ്റ് കാര്യങ്ങൾ കിട്ടണം, അതേപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു അത് റെഡിയാവാൻ കുറച്ചധികം സമയമെടുക്കുന്നതാണെങ്കിൽ പറഞ്ഞ സമയത്തിനേക്കാൾ വളരെ നേരത്തെ നിങ്ങൾക്ക് കാര്യങ്ങൾ റെഡിയാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു. അതേപോലെ തന്നെ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ലോൺ പെട്ടെന്ന് ലഭിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ അതിലുമൊക്കെ വളരെയധികം വിചാരിച്ചതിനേക്കാൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമായിരിക്കും നിങ്ങൾക്ക്. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് കൂടി വേണമെങ്കിൽ പറയാം. വളരെ ഒരു മികച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണിക്കുന്നു. അതേപോലെ ഈസ് ഓഫ് സോട്ട്സ് ആൻഡ് പേജ് ഓഫ് സോട്ട്സ് എനർജിയാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും, ഇപ്പോൾ മനസ്സിൽ നിങ്ങൾ തീരെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു മാസത്തിലേക്ക് മുന്നോട്ടേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസസ് നിങ്ങൾക്കുണ്ടാകുന്നു, പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്കുണ്ടാകുന്നു, പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ, പക്ഷെ നിങ്ങൾക്ക് അതിലൊരു വ്യക്തത ഉണ്ടാവില്ല. അത് എവിടെ, എങ്ങനെ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെങ്കിൽ എവിടെ, ആരെ സമീപിക്കണം, ആരോട് ചോദിക്കണം, ഡീറ്റെയിൽസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള പല കാര്യങ്ങളും അറിയുന്നുണ്ടാവാം. അത് വളരെ ഒരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുകയും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ് നിങ്ങളുടെ. വളരെ ഓർമ്മശക്തിയുള്ള സമയവുമാണ് എന്ന് പറയാം. കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും പൊതുവെ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ പൊതുവെ ആളുകൾ പറഞ്ഞ് പറ്റിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്നു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ആ ഒരു വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തിരിച്ചടി എന്നുള്ള സമയം പറയാം. കാരണം എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാവും. ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പുണ്ടാവും. അതുപോലെ പല കാര്യങ്ങളും പൊതുവെ ആളുകൾ പല കാര്യങ്ങളും അത് ഓർമ്മയില്ല, അറിവില്ല എന്നൊക്കെ പറയുന്നത്
നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു ശീലം കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നു, റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു, ഇന്ന ദിവസം ഇന്ന കാര്യം ഇന്നത് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന ശീലമുള്ളവർ മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെ നല്ലൊരു സമയം കൂടിയിട്ടാണെന്ന് പറയാം. അതേപോലെ എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പൊതുവെ ആളുകൾ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് അവർ മനഃപൂർവ്വം ചോദിക്കാതിരുന്നിട്ടും ഒക്കെ ആവാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ വ്യക്തമായിട്ട് എല്ലാം കൃത്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിരിക്കും ഈ ഒരു സമയം. വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജറ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ഫേസിൽ എത്തി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് സംഘർഷമാണ്. വെറുതെ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾ കുറച്ച് അധികം പണിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പലരും പുതിയ വഴിയിലേക്ക് തിരിയുന്ന, പുതിയ ഐഡിയാസ്, പുതിയ വഴികളിലേക്ക് തിരിയുന്ന സമയമാണ്. പുതിയ വഴികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഇപ്പോൾ ജോലി ഇല്ലാത്ത ആൾ, അതായത് വീട്ടിലെ ജോലികളല്ലാതെ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകളല്ലാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് കണ്ടുപിടിക്കുകയാണ്. അതായത് ഇവർ ബിസിനസ്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ആ വെറുതെ വീട്ടിലിരിക്കുന്നതിൻ്റെ, അതായത് റിട്ടയർ ആയിട്ടുള്ളവർ പ്രത്യേകിച്ച്, ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ഒരു പ്രായമായി കഴിയുമ്പോൾ ആ പഴയ അത്രയും ശ്രദ്ധ പല കാര്യങ്ങളിലും കൊടുക്കേണ്ടാതെ വരുമ്പോൾ പല കാര്യങ്ങൾക്കും കൂടുതൽ താല്പര്യം വരും, കുറച്ചുകൂടി ഫ്രീ ആവുന്ന സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി സമയം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ തനിയെ ഇരുന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും അതൊരു പാഷനായി മാറുന്നതും അത് ഒരു സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗമായിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വരുമാന മാർഗം ആയിട്ട് ജീവിതത്തിൽ ഒരു പുതിയ വരുമാന മാർഗം തുറന്നു വരുന്ന ഒരു സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പുറത്തുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞു പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടാക്സ്, ഒരു കാര്യവും മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീല് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ ഗോസിപ്പുകൾ, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അതേസമയം തന്നെ കൂടുതൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ലൈഫിൽ നിങ്ങൾ കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ ആളുകൾ നിങ്ങളിതിന് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ, അത് നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാതിരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുന്നത് നിങ്ങൾക്ക് വിനയായേക്കാം. അത് വളരെയധികം ശ്രദ്ധിച്ചു പെരുമാറുക. ഓക്കെ. അതേപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പലതും പര്യവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തിലേക്ക്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് ഫേസിലിരിക്കുന്നവർ ആ ഒരു ജോലി തീർന്നു, ഇനി പുതിയ ജോലിയിലേക്കാണ്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻഡിങ്ങും ന്യൂ ബിഗിനിങ്ങുമാണ്. അതേപോലെ തന്നെ വീട്ടമ്മമാർ, അപ്പോൾ അവരുടെ ഒരു ഇമേജ് ഹൗസ് വൈഫ് എന്നുള്ളൊരു ഇമേജ് ആയിരിക്കാം. പക്ഷേ ഇനി അവരൊരു ബിസിനസ് വുമൺ എന്നുള്ള രീതിയിലേക്കും, ഒരു ജോലിക്കാരി അല്ലെങ്കിൽ ബിസിനസ് വുമൺ എന്നുള്ളൊരു രീതിയിലേക്കുള്ള അടുത്തൊരു ഫേസ് ലൈഫിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്. അതേപോലെ പുതിയ പാഷൻ, പുതിയ ഐഡിയാസ്, പുതിയ ജീവിതം, ഇങ്ങനത്തെ സാഹചര്യം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. എല്ലാവരും പൊതുവെ വരുമാനം ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും നിങ്ങളിപ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെ സാധ്യതകൾ നൽകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഒത്തിരി സന്തോഷവും തൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന സമയമാണ്.
കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞിട്ടുള്ളതായിരിക്കും. അച്ഛനമ്മ, മക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഒരു തൃപ്തിയുള്ള കുടുംബാന്തരീക്ഷം, ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യമുള്ളൊരു സമയമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.